പൂപ്പാറയിൽ ബംഗാൾ സ്വദേശിനിയായ 14 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ 3 പേർക്ക് 90 വർഷം കഠിന തടവ്. ഒരാളെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടു. 6 പ്രതികളിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരുടെ കേസ് നടക്കുന്നത് തൊടുപുഴ മുട്ടത്ത് പ്രവർത്തിക്കുന്ന ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണ്. കേസിൽ കുറ്റപത്രപ്രകാരം ആകെ 6 പ്രതികളാണ് ഉണ്ടായിരുന്നത്. ഇടുക്കി പൂപ്പാറയിൽ സുഹൃത്തുമൊത്ത് തേയിലക്കാട്ടിലേക്ക് പോകുമ്പോൾ ബംഗാൾ സ്വദേശിനിയായ 14 വയസ്സുകാരിയെ തമിഴ്നാട് സ്വദേശികളായ സുഗന്ധ്, ശിവകുമാർ എന്നിവരും പൂപ്പാറ സ്വദേശിയായ സാമുവൽ എന്ന ശ്യാമും പ്രായപൂർത്തിയാകാത്ത 2 പേരും ചേർന്ന് അതിക്രൂര പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ഇവർക്ക് ഒത്താശ ചെയ്തത് 4ാം പ്രതി അരവിന്ദായിരുന്നു. ഇയാളെ കോടതി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിടുകയും 1 മുതൽ 3 വരെ പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയുമായിരുന്നു. പ്രതികൾക്ക് ഇന്ത്യൻ പീനൽ കോഡിലെയും പോക്സോ വകുപ്പുകളിലെയും വിവിധ വകുപ്പുകൾ പ്രകാരം 90 വർഷം കഠിന തടവ് കോടതി വിധിച്ചു. വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ഇത് പ്രകാരം 25 വർഷം കഠിന തടവ് അനുഭവിക്കണം. പ്രതികൾ ഓരോരുത്തരും 40,000 രൂപ വീതം ഫൈൻ അടയ്ക്കണം. ഈ തുക ഇരയ്ക്ക് കൈമാറണം. പ്രതികൾ ഈ തുക അടച്ചില്ലെങ്കിൽ 8 മാസം കൂടി കഠിന തടവ് അനുഭവിക്കണം. 2022 മെയ് 29 നടന്ന സംഭവത്തിൽ ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി സിറാജുദ്ദീൻ CA ആണ് വിധി പറഞ്ഞത്. പ്രതികളെ അന്നത്തെ മൂന്നാർ ഡിവൈഎസ്പി KR മനോജിന്റെ നേതൃത്വത്തിൽ ശാന്തൻപാറ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് സ്മിജു K ദാസ് ആയിരുന്നു സർക്കാർ അഭിഭാഷകൻ. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 24 സാക്ഷികളെയും 43 രേഖകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 5-6 പ്രതികളുടെ കേസ് നടക്കുന്നത് തൊടുപുഴയിലുള്ള ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.